നിന്റെ മുത്തശ്ശൻ അതായത് മിസ്റ്റർ വെങ്കടേശൻ 7.5 ഏക്കറുള്ള ഈ പ്രോപ്പർട്ടിയെ 1936 7,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പൊ ഇതിന്റെ മതിപ്പ് 50 കോടി രൂപ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഒക്കെ നിങ്ങളുടെ മുത്തശ്ശന്റെ അല്ലേ? നിങ്ങളുടെ ICICI അക്കൗണ്ടിൽ 35 ലക്ഷം രൂപയുണ്ട്. ആന്ധ്ര ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റില് ഒരു 30 ലക്ഷം രൂപയുണ്ട്. പിന്നെ ടാറ്റ കമ്പനിയിൽ 80 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ട്. കുട്ടികളുടെ പേരിൽ 20 ലക്ഷം രൂപയ്ക്ക് LICയിൽ പോളിസി ഉണ്ട്. ഇതിന് നടുവിൽ വിജയനഗര രാജയുടെ എസ്റ്റേറ്റ് 4.5 കോടിക്ക് സംസാരിച്ച് അതിന് 50 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. കണക്കിൽ വരാത്ത സ്വത്തുക്കളെയും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മൊത്തം 103,33,333 രൂപ. ഇതില് പാതി എന്റെ സ്വന്തം ഭാര്യയുടേത്. ഈ കണക്ക് മതിയോ ഇല്ല ഇനിയും കുറച്ചുകൂടി വേണോ? ഓഡിറ്ററിന് പോലും അറിയാത്ത കാര്യങ്ങൾ ഇവൻ എങ്ങനെ മനസ്സിലായി? അവരുടെ കണക്ക് വൈറ്റാ, അതേ തോണ്ടി തോണ്ടി എടുക്കുന്നു. തിരിച്ച് നമ്മുടെ കണക്ക് എടുക്കാൻ തുടങ്ങി അത് മൊത്തം ബ്ലാക്കാ. വാ നീ കേറ്. കാർ അവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് എന്തിനാ പോകാൻ പറയുന്നത്? ഇതില് പോണെന്ന് വെച്ചാ പോയിക്കോ. മോനെ എന്റെ കാർ എടുത്തോണ്ട് പോകും. നമ്മുടെ കാറും ബ്ലാക്ക് ആയി ഇപ്പൊ. അവരെ പരലോകത്തിൽ അയക്കാൻ പോവാണോ? ആരാടത് പിന്നോട്ട് വലിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ വണ്ടി വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ പോകണം.